പ്രൈസ് ദി ലോർഡ്. ദി ഷെപ്പേർഡ് ഷാർപ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ദി ഷെപ്പേർഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തൻ്റെ ഷീപ്പിനെ ഭയമില്ലാതെ നടത്തുക എന്നുള്ളതാണല്ലോ. ദൈവവചനത്തിൽ നിന്നും ഭയപ്പെടേണ്ട എന്നുള്ള വാക്കുകളാണല്ലോ നമ്മൾ ഈ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവചനത്തിൽ 54-ാമത് തവണ ഭയപ്പെടേണ്ട എന്നുള്ള വാക്ക് നാം കാണുന്നത് സങ്കീർത്തനം 46-ലാണ്. സങ്കീർത്തനം 46-ൻ്റെ 1-2 വാക്കുകൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല എന്ന് കാണുവാൻ സാധിക്കും. ഒരു ദൈവവേദൻ്റെ ഒരു ഭക്തൻ്റെ ഏറ്റവും വലിയ പ്രത്യാശയാണ് എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന ഏത് പ്രതികൂലം, അത് തിരമാലകളായിക്കോട്ടെ, അത് ഭൂമി തന്നെ കുലുങ്ങി മാറുന്നതായിക്കോട്ടെ, ലാൻഡ്സ്കേപ്പ് ആയിക്കോട്ടെ, സുനാമി ആയിക്കോട്ടെ, എന്തു തന്നെ ജീവിതത്തിൽ വന്നാലും, പ്രകൃതി ദുരന്തങ്ങളായിക്കോട്ടെ, ജീവിതത്തിലല്ല നമ്മുടെ മേഖലകളിൽ അത് സമാനമായ തിരമാലകൾ സമാനമായ പ്രശ്നങ്ങളുണ്ടായാലും പർവ്വതങ്ങൾ സമാനമായ പ്രശ്നങ്ങളുണ്ടായാലും അതിനെ ഓവർകം ചെയ്യുവാനുള്ള ഒരു കൃപ ദൈവം തരും എന്നുള്ളതാണ് ഒരു ദൈവവിശ്വാസിയുടെ ഏറ്റവും കരുത്ത്. ഓവർകമ്മിങ് ദ ഫിയർ ബിക്കോസ് അവർ ഗോഡ് ഈസ് മോർ പവർഫുൾ. നമ്മുടെ ദൈവം സർവശക്തനാകിയാൽ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നേരിടുന്ന എല്ലാ പ്രതികൂലങ്ങളെയും ഭയത്തെയും ഓവർകം ചെയ്യുവാനുള്ള ഒരു കൃപ ദൈവം തരും. അതാണ് ഒരു ദൈവവിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ നാം കാണുന്നത് അവർ ഗോഡ് ഈസ് ആൻഡ് എവർ പ്രസൻറ്റ് ടു ഹെൽപ്പ് ഫ്രം അസ് ഇൻ ഓൾ ട്രബിൾസ്. എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നമ്മെ വിടിയിപ്പാൻ എവർ പ്രസൻറ്റ്, വെരി പ്രസൻറ്റ്, നമ്മുടെ കൂടെയുള്ള കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിന് ശിഷ്യന്മാർ പടകിൽ യാത്ര ചെയ്തപ്പോൾ അവർക്ക് പ്രയാസം നേരിട്ടു. കാറ്റും കോളും കടലും ഒക്കെ പ്രയാസമായി തീർന്നു. പടക് മുങ്ങുമോ എന്നുള്ള അനുഭവമായി തീരുവാനും ശിഷ്യന്മാർ ഭയപ്പെടുന്നതായിട്ടൊക്കെ കാണുവാൻ സാധിക്കും. എന്നാൽ കർത്താവ് അതിന് മധ്യേ ഇറങ്ങി വന്ന് അവരെ ആശ്വസിപ്പിക്കുകയും കാറ്റിനെയും കടലിനെയൊക്കെ അമർച്ച ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ കാറ്റിന്മേലും കടലിന്മേലും പ്രകൃതിമേലും ഒക്കെ അധികാരമുള്ള നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നാം എന്തിനാണ് ഭയപ്പെടുന്നത്? പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മാവിനെ പറ്റി നാം കാണുന്നത് പരിശുദ്ധാത്മാവ് കാര്യസ്ഥൻ, ഹെൽപ്പർ ഇൻ ഓൾ അവർ ട്രബിൾസ്. എല്ലാ നമ്മുടെ ട്രബിൾസിലും നമ്മെ ഹെൽപ്പ് ചെയ്യുക, നമ്മെ വിടുവിപ്പാൻ, നമ്മളെ ശക്തീകരിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കഴിയും. നാം ഒരു ദൈവമാണെങ്കിൽ, നാം ദൈവത്തിൽ അതീതമായി വിശ്വസിക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കപ്പെടുന്നെങ്കിൽ നമുക്ക് ഈ പ്രകൃതിയിലുള്ള നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലുള്ള ഒന്നിനെയും കണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. സകലത്തിന്മേലും നീക്കുപോക്ക് കൽപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. 2 മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോയാൽ നിങ്ങൾ പറഞ്ഞാൽ അത് സംഭവിക്കും. അപ്പോൾ നമുക്കും നമ്മുടെ പ്രതിസന്ധികളോട് കൽപ്പിക്കാനുള്ള ഒരു അധികാരം ദൈവകൃപയാൽ ദൈവം തന്നിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ, നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. നമുക്ക് ദൈവത്തിൽ നമ്മളെ ആശ്രയിക്കാം, നമ്മുടെ വിഷയങ്ങളെ കർത്താവിൽ സമർപ്പിക്കാം. ഇന്ന് പകരം വിജയകരമായൊരു ജീവൻ നയിപ്പാൻ, ഭയമില്ലാതൊരു ജീവൻ നയിപ്പാൻ, പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. വചനം കേൾക്കുന്ന നിരജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിത സാഹചര്യങ്ങളിൽ നേരിടുന്ന എല്ലാ പ്രയാസങ്ങളും പ്രതികൂലങ്ങളെയും ഭയം കൂടാതെ നേരിടുവാനുള്ള ഒരു ധൈര്യം കർത്താവ് പകർന്നാട്ട്, അവിടുത്തെ കൃപ കൂടെ ഇരുന്നാട്ട്, മഹത്വം കർത്താവ് എടുത്താട്ട്. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ.